നമുക്ക് ആവറേജിലെ അടുത്ത ടൈപ്പിലേക്ക് വരാം. ടൈപ്പ് നമ്പർ 13. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിന്റെ വർധനവുണ്ടായി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? ചോദ്യം വ്യക്തമാണ്. ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ആ 10 കുട്ടികളിൽ 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് പകരം മറ്റൊരാൾ വന്നു. അതായത് 50 കിലോ ഭാരമുള്ള ഒരാൾ പോയ ആളിന് പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാം വർദ്ധിച്ചു. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? സാധാരണ ഈ രീതിയിൽ 3 മോഡലുകളാണ് PSC ചോദിക്കുക. ഒന്ന് ഇതാണ്, ഒരാൾ പോയി മറ്റൊരാൾ വന്നു. ഓക്കെ, അതായത് റീപ്ലേസിംഗ് മോഡൽ എന്ന് പറയും. 2 നമ്മൾ കേട്ടിട്ടുണ്ട്, അടുത്ത മോഡലിലായിട്ട് വരും. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 50 ആണ്, അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ. അപ്പോൾ അവിടെ ആരും പോകുന്നില്ല, ഒരാൾ ഇങ്ങോട്ട് വരും. 3 എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് 10 കുട്ടികളുള്ള ക്ലാസ്സിലേക്ക് ഒരു 5 കുട്ടികളൂടെ വരുന്നു. അപ്പോൾ ഇങ്ങനെ 3 കോൺസെപ്റ്റാണുള്ളത്. നമുക്കത് ഒരേ മെത്തേഡിൽ എഴുതാതെ ചെയ്യാവുന്ന മെത്തേഡ് നോക്കാം. അപ്പോൾ ഇത്തരം ചോദ്യത്തിൽ ആദ്യം നോക്കേണ്ടത് എന്താണ്? നിലവിലെ അംഗസംഖ്യ, ഇപ്പോൾ എത്ര അംഗസംഖ്യ ഉണ്ട് എന്ന് നോക്കുക. ഇപ്പോഴത്തെ അംഗസംഖ്യ എത്ര? 10 കുട്ടികളുള്ള ക്ലാസ്. ഈ 10 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരാൾ പോയി, അപ്പോൾ 19 കാണൂലേ? ഈ പോയ ആളിന് പകരം ഒരാളൂടെ വന്നു, അപ്പോൾ വീണ്ടും എന്തായി? 10. അപ്പോൾ അംഗസംഖ്യ എപ്പോഴും ഇത്തരം ചോദ്യങ്ങളിൽ ഇപ്പോൾ എത്ര പേരുണ്ട് എന്ന് നോക്കുക. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ 10 കുട്ടികളുണ്ട്, 50 കിലോഗ്രാം ഭാരമുള്ള ഒരാളാണ് പോയത്, പകരം ഒരാൾ വന്നപ്പോൾ ശരാശരി 2 കിലോ കൂടി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്ന ഡേറ്റ. ഓക്കെ, അപ്പം നിലവിലെ അംഗസംഖ്യ നമ്മൾ എപ്പോഴും നോക്കണമെന്ന് പറഞ്ഞു. ഇപ്പം 10 പേരുണ്ട്, ഒരാൾ പോയി, പകരം ഒരാൾ 10. ഇനി ഈ പോയ ആളുടെ ഭാരം എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 50 കിലോ. അപ്പം 50 കിലോ ഭാരമുള്ള ഒരാളാണ് പോകുന്നത്, പകരം ഒരാൾ ഇങ്ങോട്ട് വരുന്നില്ലേ? അയാളുടെ ഭാരവും 50 കിലോ തന്നെയാണെങ്കിൽ, അതായത് പോയ ആളുടെ അതേ ഭാരമാണെങ്കിൽ അവിടെ ഒരു ചേഞ്ച് സംഭവിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ചോദ്യം ഉണ്ടാവണമെങ്കിൽ തന്നെ 50 കിലോ ഭാരമുള്ള ഒരാൾ പോകുമ്പോൾ 50 കിലോയേക്കാൾ ഭാരം കൂടിയ ആൾ വരികയോ 50 കിലോയേക്കാൾ ഭാരം കുറഞ്ഞ ആൾ വരികയോ ആണ് ചെയ്യേണ്ടത്. കിട്ടിയോ? ഓക്കെയാണ്. അപ്പോൾ ഈ തരുന്ന വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് റീപ്ലേസിങ് പേഴ്സൻ്റെ വെയിറ്റ്, പോയ ആളുടെ ഭാരം എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ എഴുതാതെ ചെയ്യുന്ന മെത്തേഡിൽ പ്രയോജനമുള്ളതല്ല. അവസാനം അതിനോട് ആഡോ മൈനസോ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ 50 കിലോയുടെ കാര്യം മനസ്സിലായി. അടുത്ത് ഈ 50 കിലോ ഭാരമുള്ള ഒരാൾ പോയി, പകരം ഒരാൾ വന്നപ്പോൾ എന്ത് ചെയ്തു? ശരാശരിയിൽ 2 കിലോ കൂടി. ശരാശരിയിൽ 2 കിലോ കൂടി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്നറിയോ? ഓരോരുത്തർക്കും 2 കിലോ കൂടി. അതായത് 50 കിലോ ഭാരമുള്ള ഒരാൾ പോയി, പകരം ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധന ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ എത്ര പേരുണ്ടോ അവർ ഓരോരുത്തർക്കും 2 കിലോ വെച്ച് കൂടി. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. നമ്പർ ഉണ്ടാവും, ഒരാൾ പോയതോ വന്നതോ ആയ ആളുടെ ഭാരം ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരാശരിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകും. 3 ഡേറ്റാസാണ് ഈ ചോദ്യത്തിലുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞത്. ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നോക്കേണ്ടത് നിലവിലെ അംഗസംഖ്യ. അതിനെ എപ്പോഴും ശരാശരിയിലെ വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. ശരാശരിയിലെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നിലവിലെ അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ഓർ മൈനസ്. എപ്പോഴാണ് പ്ലസ് ഉപയോഗിക്കുക? കൂടുന്നു എന്ന് പറയുമ്പോൾ ശരാശരി കൂടുന്നു, കണ്ടോ? 2 കിലോ കൂടുന്നു, അപ്പോൾ പ്ലസ് ഉപയോഗിക്കും. കുറയുന്നു എന്ന് പറഞ്ഞാലോ മൈനസ് ഉപയോഗിക്കും. ഓക്കെ, എന്താണ് പ്ലസും മൈനസും ചെയ്യേണ്ടത്? ആ തന്നിരിക്കുന്ന ഭാരം, അത് ഇവിടെ പോയ ആളുടെ ഭാരം എന്ന് പറയാം. ഓരോ ചോദ്യത്തിൽ ഈ വാക്ക് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും, പക്ഷെ ഇത് ഇത്രയും കോമൺ ആണ്. നിലവിലെ അംഗസംഖ്യയെ ശരാശരിയിലെ വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. നിലവിലെ അംഗസംഖ്യയെ ശരാശരിയിലെ വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. 10 കുട്ടികളുള്ള ക്ലാസ്, ഒരാൾ പോയി മറ്റൊരാൾ വന്നപ്പോൾ നിലവിലെ അംഗസംഖ്യ എത്ര? 10 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. 50 കിലോ ഭാരമുള്ള ഒരാൾ പോയി, പകരം ഒരാൾ വന്നപ്പോൾ ശരാശരിക്ക് എന്ത് വ്യത്യാസം ഉണ്ടായി? 2 കിലോഗ്രാം കൂടി. അപ്പോൾ 10 ഇൻറ്റു 2 കൂടി എന്നല്ലേ പറയുക? പ്ലസ്. എന്തായിരുന്നു കൂടിയത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഭാരം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഓരോ ചോദ്യം അനുസരിച്ച് വാക്കുകൾ മാറിക്കൊണ്ടിരിക്കും. ഭാരമാകും, പ്രായമാകും, പോയ ആളുടെ ഭാരമാകും, ക്ലാസ്സിൽ വന്ന ടീച്ചറിൻ്റെ വെയിറ്റ് ആവും. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ ഇവിടെ അത് എത്രയാ? 50. സോ നമ്മുടെ ആൻസർ 10 20 ഇൻറ്റു 2 എത്ര? 20. 20 പ്ലസ് 50, ആൻസർ 70 കിലോഗ്രാം. പിടികിട്ടിയോ? അപ്പോൾ
ഈ കോൺസെപ്റ്റ് മറക്കരുത്. ഇത് എഴുതാതെ ചെയ്യാനുള്ള മെത്തേഡാണ്. എഴുതാതെ ചെയ്യാൻ ഞാൻ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. നിലവിലെ അംഗസംഖ്യ എന്ത് എന്ന് നോക്കുക. നിലവിലെ അംഗസംഖ്യ ഇവിടെ 10 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ശരാശരിയിലെ വ്യത്യാസം 2 10 ഇൻറ്റു 2 20. ആ 20 50നോട് പ്ലസ് ചെയ്തു. 50 പ്ലസ് 20 എത്രയാട്ടി? 70 കിലോഗ്രാം. ഉറപ്പാണ്? ചെയ്യാൻ പറ്റുമല്ലോ? ശരി. ചോദ്യം: ഒരു ക്ലാസ്സിലെ 10 കുട്ടികളിൽ 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? നമ്മൾ നേരത്തെ എടുത്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ മോഡൽ തന്നെയാണ്. അപ്പം മക്കളെ ചെയ്യുക. ആദ്യം നോക്കേണ്ടത് എന്താണ്? നിലവിൽ എത്ര അംഗസംഖ്യയുണ്ട്? പ്രസൻറ്റ് സ്ട്രെങ്ത് എന്തെന്ന് നോക്കണം. എത്രയാ? 10 കുട്ടികളുണ്ട്. ഒരാൾ പോയി, മറ്റൊരാൾ വന്നു. അപ്പോൾ 10 പേരിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ 9 കുറയും. അതിലൊരാളൂടെ വരുമ്പോൾ നിലവിലെ അംഗസംഖ്യ എന്താ? 10. ഓക്കെ. ഇൻറ്റു ശരാശരിയിൽ എന്ത് വ്യത്യാസം ഉണ്ടായി? ശരാശരിയിൽ എന്തിൻ്റെ വ്യത്യാസം ഉണ്ടായി? 1 കിലോഗ്രാമിൻ്റെ വർധന. അപ്പോൾ 10 ഇൻറ്റു 1 10 തന്നെ അല്ലേ? ഇനി വർധനവെന്നല്ലേ പറയുക. അപ്പോൾ എന്ത് കൊടുത്തു? പ്ലസ്. ആരോട് പ്ലസ് ചെയ്യണം? പോയ ആളുടെ ഭാരം അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വെയിറ്റ്. അതെത്ര? 40. സോ 10 ഇൻറ്റു 1 10. 10 പ്ലസ് 40 ആൻസർ എന്താണ്? 50 കിലോ. ഓക്കെ ആണ്. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് എത്ര? 50 കിലോ. ഉറപ്പാണ്, സെറ്റാണ്. ഇങ്ങനെ വെച്ച് തന്നെ എല്ലാം ചെയ്യേണ്ടത്. ഇവിടെ ആലോചനയ്ക്കൊന്നുമില്ല, സിമ്പിൾ ലോജിക്ക്. ഇപ്പോൾ എത്ര പേരുണ്ട്? 10. ശരാശരി അതുകൊണ്ട് എന്ത് കൂടി? 1 കൂടി. ഇപ്പോൾ 10 ഇൻറ്റു 1 10 കിലോ കൂടുതലാണ്. ആരേക്കാൾ? പോയാളിനേക്കാൾ. എന്താണ് പോയാളുടെ ഭാരം? അത് 40. സോ 40 പ്ലസ് 10 50. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ചോദ്യം: ഒരു ക്ലാസ്സിലെ 20 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? മക്കളെ ചെയ്യേണ്ടത് നിലവിലെ അംഗസംഖ്യ. എത്ര പേരുണ്ട് നിലവിൽ? 20 പേരുണ്ട്. ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. എത്രയാ ശരാശരിയിലെ വ്യത്യാസം? 2. 20 ഇൻറ്റു 2 കൂടുന്നു ശരാശരി. പ്ലസ് എത്രയോട് പ്ലസ് ചെയ്യുന്നേ? പോയാളുടെ ഭാരം 50. 20 ഇൻറ്റു 2 40. 40 പ്ലസ് 50 ആൻസർ 90 കിലോഗ്രാം. ഓക്കെ ആണ്? ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഈ മെത്തേഡിൽ ഡൗട്ടില്ലല്ലോ? നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാമല്ലോ. നോക്കാം. ഒരു ക്ലാസ്സിലെ 19 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം. 19 കുട്ടികളുണ്ട്, ശരാശരി ഭാരം 50. അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാകും. അധ്യാപകന്റെ ഭാരം. അടുത്ത മോഡലായിട്ടാണ് പറയുക. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച ആ കോൺസെപ്റ്റ് മതി നമുക്കിതൊക്കെ ചെയ്യാൻ. ആദ്യം നോക്കേണ്ടത് നിലവിലെ അംഗസംഖ്യ എന്ത്? ഒരു ക്ലാസ്സിൽ 19 കുട്ടികളുണ്ടായിരുന്നു. 19 കുട്ടി. ആ ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കൂടെ വന്നു. അപ്പോൾ നിലവിലെ അംഗസംഖ്യ എന്ത്? 20. ഉറപ്പാണ്? നേരത്തെ ചോദ്യത്തിൽ എത്ര പേരുണ്ടോ അതിൽ നിന്ന് ഒരാൾ പോയി, അപ്പോൾ അതൊന്ന് കുറയും. കുറഞ്ഞ ശേഷം എന്ത് ചെയ്തു? ഒരാൾ വരുന്നു. അപ്പോൾ അവിടുത്തെ സംഖ്യയിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് റീപ്ലേസിംഗ് മോഡലിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്പർ എന്തായി മാറി? 20. നിലവിലെ അംഗസംഖ്യ 20 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. എന്താ ശരാശരി ഭാരത്തിലുണ്ടായ വ്യത്യാസം? 2. 20 ഇൻറ്റു 2. ശരാശരി കൂടുന്നു. എന്താണ്? പ്ലസ്. ഏതിനോട് പ്ലസ് ചെയ്യണം? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഭാരം നേരത്തെ പറഞ്ഞില്ലേ, അത് പോയാളുടെ ഭാരമാകാം, പഴയ ഭാരമാകാം. തരുന്ന വെയിറ്റ് എന്താണോ അതിനോടാ പ്ലസ് ചെയ്യുക. ഇവിടെ തരുന്ന എന്താണ്? ക്ലാസ്സിലെ 19 കുട്ടികളുടെ ശരാശരി ഭാരം എത്ര? 50. 20 ഇൻറ്റു 2 40. ആ 40 50നോട് പ്ലസ് ചെയ്താൽ 50ഉം 40ഉം എത്ര കിലോഗ്രാം? 90 കിലോഗ്രാം. ഉറപ്പാണ്? അപ്പം നോക്കിയാൽ മക്കളെ, ഇത് പുതുതായിട്ടൊന്നും പഠിക്കാനില്ല, സിമ്പിളാണ്. നേരത്തെ പോലെ ആദ്യം നോക്കേണ്ടത് നിലവിലെ അംഗസംഖ്യ എത്ര. ഇപ്പോൾ അവിടെ എത്ര പേരുണ്ട്? 19 കുട്ടികൾ അവിടെ ഉണ്ട്. 19 കുട്ടികളോടൊപ്പം ഒരു അധ്യാപകൻ കൂടെ വന്നാൽ അംഗസംഖ്യ 20. ക്ലിയർ അല്ലേ? ആ 20നെ എന്ത് ചെയ്യണം? ശരാശരിയിലെ വ്യത്യാസം കൊണ്ട് ഗുണിക്കണം. അത് 2 ആയിരുന്നു. 20 ഇൻറ്റു 2 40. കൂടുന്നു, പ്ലസ് സൈൻ ഇട്ടു. കുറയുന്നു, മൈനസ് സൈൻ ഇട്ടു. സോ കൂടുന്നു, പ്ലസ്. ഏതിനോട്? 50നോട്. സോ 50 പ്ലസ് 40 ആൻസർ 90 കിലോഗ്രാം. ഓക്കെ ആണ്? സെറ്റാണ്? നോക്കാം നമുക്ക് അടുത്തത്. ഒരു ക്ലാസ്സിലെ
19 കുട്ടികളുടെ ശരാശരി ഭാരം 70 കിലോഗ്രാമാണ്. അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 500 ഗ്രാമിൻ്റെ വർധനവുണ്ടാകും. എങ്കിൽ ഈ അധ്യാപകൻ എത്ര ഭാരമുണ്ട് എട്ടാണ്. അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 19 കുട്ടികളുണ്ട്. 19 കുട്ടികളുള്ള ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കൂടെ വരുമ്പോൾ ക്ലാസ്സിലെ നിലവിലെ അംഗസംഖ്യ എന്ത്? 20. സോ ദ പ്രസൻറ്റ് സ്ട്രെങ്ത് ഓഫ് ദ ക്ലാസ് ഓർ ദ നിലവിലെ അംഗസംഖ്യ ക്ലാസ്സിൽ എത്രയാണ്? 20 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. എന്താണ് ശരാശരി ഭാരത്തിലുള്ള വ്യത്യാസം? 500 ഗ്രാം. 1 കിലോ ഇല്ല, ശരിയല്ലേ? ഒന്നായിരുന്നെങ്കിൽ 19 ഇൻറ്റു 1 എടുക്കുക. എന്താണ് ഈ 500 ഗ്രാം? അര കിലോ. 500/1000 എന്ന് എഴുതിയാണ് ആക്ച്വലി എടുക്കുക. നമുക്കിത് അര കിലോ എന്നറിയാം, ശരിയല്ലേ? കൂടുന്നു, എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. ഏതിനോട്? 70നോട്. ക്ലിയർ ആണോ? ഞാൻ ഒറ്റ ലൈൻ എഴുതിയെന്നുള്ളൂ. ഇതൊക്കെ എഴുതാതെ ചെയ്യുക. എന്താണ്? 20ൻ്റെ അര 10, 10 70 80. പിടികിട്ടി? എനിക്കിതിപ്പോൾ എഴുതി കാണിക്കാനേ പറ്റൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. സോ 20 അര കിലോ വെച്ച് കൂടി ഒരാൾക്ക്. സോ 20 ഇൻറ്റു അര എത്ര കിട്ടി? 10. 10 70നോട് കൂട്ടി. നമ്മുടെ ഉത്തരം എന്താ? 80. അപ്പോൾ ആ ക്ലാസ്സിലുള്ള ടീച്ചറിൻ്റെ ഭാരം എന്ത് എന്ന് ചോദിച്ചാൽ ആ അധ്യാപകന് എന്ത് ഭാരമുണ്ട്? 80 കിലോഗ്രാമിൻ്റെ ഭാരമുണ്ട്. ഉറപ്പാണ്? ഉറപ്പാണ്. ശരി. ഒരു ക്ലാസ്സിലെ 29 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാമാണ്. അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരം 51 കിലോഗ്രാം ആകും. എങ്കിൽ അധ്യാപകന്റെ ഭാരം എന്ത്? നോക്കാം. 29 കുട്ടികളുള്ള ക്ലാസ്. ആ ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കൂടെ വന്നു. അപ്പോൾ 29ഉം 1ഉം കൂടെ ചേരുമ്പോൾ എത്രയായി? 30 പേരായി. അപ്പം 29 കുട്ടികളും ഒരു ടീച്ചറും കൂടെ ചേരുമ്പോൾ ആ ക്ലാസ്സിലെ നിലവിലെ അംഗസംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ നിലവിലെ അംഗസംഖ്യ 30. ക്ലിയർ? ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. എത്രയാണ് ശരാശരിയിലെ വ്യത്യാസം? ക്വസ്റ്റ്യൻ നോക്കുന്നു. 51 ആണോ? അല്ല. വായിച്ചേ. ശരാശരി ഭാരം 51 കിലോഗ്രാം ആകും. അപ്പോൾ 51 ആകെയാണ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് 51 ആവുന്നു. അപ്പം നേരത്തെ എത്രയായിരുന്നു? ശരാശരി ഭാരം 50 കിലോ. അപ്പോൾ 50 കിലോ ഭാരം 51 കിലോഗ്രാം ഭാരം ആവുകയാണെങ്കിൽ ദെൻ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിൻ്റെ വ്യത്യാസം അല്ലേ? എത്രയാ 50ഉം 51ഉം തമ്മിലുള്ള വ്യത്യാസം? 1 കിലോയുടെ വ്യത്യാസം. 50 51ആയി കൂടി. അതിനർത്ഥം 1 കൂടി, ശരിയല്ലേ? 50ഉം 51ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും? 1. അപ്പോൾ ഇവിടെ എത്ര? 30 ഇൻറ്റു 1 30. പിടികിട്ടിയോ? 30 ഇൻറ്റു 1 30. അത് കൂടുന്നു, പ്ലസ് ചെയ്യും. ആരോട്? 50നോട് പ്ലസ് ചെയ്യും. 50 + 30 80. ഓക്കെ. അപ്പോൾ ഈ ടൈപ്പ് ഇങ്ങനെ വാല്യൂ തരുന്ന ടൈപ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മോഡൽ ഇട്ടത്. അപ്പോൾ ശരാശരി 1 കൂടിയെന്നോ 2 കൂടിയെന്നോ 500 ഗ്രാം കൂടിയെന്നോ ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്, ഒരു സ്റ്റെപ്പ് കുറവാണ്. എന്നാൽ ശരാശരി ഭാരമായിരുന്ന 50 കിലോഗ്രാം 51 കിലോഗ്രാം ആയി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, 50 51 ആകുമ്പോൾ അവിടെ ശരാശരി 1 കൂടുന്നു, ശരിയല്ലേ? 50 51 ആകുമ്പോൾ 1 കൂടി. അതുകൊണ്ട് ഇവിടുത്തെ ശരാശരി ഭാരത്തിലുണ്ടാകുന്ന വർധനവ് 1. 30 പേരാണ് നിലവിൽ ആ ക്ലാസ്സിലുള്ളത്. 30 ഇൻറ്റു 1 എന്ന് പറയുന്നത് 30 കിട്ടും. കൂടുന്നു, പ്ലസ് ചെയ്തു. 50ഉം 30ഉം കൂടെ ചേരുമ്പോൾ എത്ര? 80. ഓക്കെയാണ്. അപ്പോൾ ഈ 2 മോഡലുകൾക്കും സാമ്യമുണ്ട്. 2 മോഡലും ഒരേ കോൺസെപ്റ്റിലാണ് ചെയ്യേണ്ടത്. നമ്പറുകൾ അവിടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നോക്കൂ. അടുത്ത ടൈപ്പ്. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി ഭാരം 30 കിലോഗ്രാമാണ്. പുതുതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാവും. എങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ഭാരം എന്ത്? ചോദ്യം വ്യക്തമാണ്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. ഈ 40 കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ ശരാശരി ഭാരം 30 കിലോഗ്രാം. പുതുതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരം എന്ത് ചെയ്തു? 1 കിലോഗ്രാം കൂടി. എങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ എന്ത് ഭാരം? ശരാശരി ഭാരം എന്ത്? ഭാരം എന്ത് എന്നല്ല, നേരത്തെ ചോദ്യങ്ങളിലെല്ലാം ഭാരം എന്ത് എന്നാണ് ചോദിച്ചത്. എന്തായിരുന്നു? ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒരു ടീച്ചർ മാത്രം വന്നു, ഒരാൾ പോയി, ഒരു കുട്ടി മാത്രം വന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മളവിടെ എന്ത് കണ്ടാൽ മതി? ഭാരം കണ്ടാൽ മതി. ശരാശരി ഭാരം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 1ൽ കൂടുതൽ ആൾ വേണം. നോക്കിയേ, ഇവിടെ പുതുതായി എത്ര പേരാ വന്നേ? 10 കുട്ടികൾ വന്നു.
ക്ലിയർ ആണ്. അപ്പോൾ 10 കുട്ടികളുടെ ഭാരം അല്ല ഇവിടെ കാണേണ്ടത്. എന്താണ്? 10 കുട്ടികളുടെ ശരാശരി ഭാരം. എന്താണ് 10 കുട്ടികളുടെ ഭാരവും 10 കുട്ടികളുടെ ശരാശരി ഭാരവും തമ്മിലുള്ള വ്യത്യാസം? അയാളുടെ ടോട്ടൽ ഭാരത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടൂ? ശരാശരി ഭാരം കിട്ടും. ഉറപ്പല്ലേ? അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടുതലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോഴും ഒരു സ്റ്റെപ്പ് ഉണ്ട്. നോക്കൂ, ആദ്യം നമ്മൾ നോക്കേണ്ടത് നിലവിലെ അംഗസംഖ്യ എത്ര. 40 കുട്ടികളുള്ള ക്ലാസ്സിലേക്ക് 10 കുട്ടികൾ കൂടി വന്നാൽ നിലവിൽ ആ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 50. ക്ലിയർ അല്ലേ? 40 പേരുള്ള ക്ലാസ്സിൽ 10 പേരോട് വന്നാൽ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 50. അപ്പം പ്രസൻറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ നിലവിലെ അംഗസംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 50 ആണ്. ഓക്കെ, ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. എന്താണ് ഇവിടെ ശരാശരിക്ക് സംഭവിച്ചത്? പുതുതായി 10 കുട്ടികൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാം കൂടും. 50 ഇൻറ്റു 1 50. ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാം കൂടും. ആ ഒന്നാണ് ശരാശരിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. സോ 50 ഇൻറ്റു 1 എത്ര കിട്ടും? 50 കിട്ടും. ഉറപ്പാണ്, ഉറപ്പാണ്. ദെൻ അടുത്ത് എന്താണ് ചെയ്യുക? കൂടുന്നു പ്ലസ്, കുറയുന്നു മൈനസ്. ആ വെയിറ്റിനോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കണം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ എത്ര പേര് വരുമോ അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടേ പ്ലസോ മൈനസോ ചെയ്യാവൂ. കാരണം നമുക്ക് കാണേണ്ടത് ശരാശരിയല്ലേ, ആവറേജ് അല്ലേ കാണേണ്ടത്. ഇവിടെ 50 ഇൻറ്റു 1 50ൻ്റെ വ്യത്യാസം ഉണ്ടായി. എത്ര പേര് പുതുതായി വന്നു? 10 കുട്ടികൾ വന്നപ്പോഴാണ് 50 കൂടിയത് അല്ലേ? ശരാശരി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര എന്നല്ലേ? അപ്പോൾ 10 പേർക്ക് 50 ആണെങ്കിൽ ഒരാൾക്ക് എത്ര? അതാ 0 0 വെട്ടിപ്പോയി. എത്ര കിട്ടും? 5. ഈ 5 വേണം ആരോട് പ്ലസ് ചെയ്യാൻ? 30നോട്. സോ 5 + 30 ആൻസർ 35 കിലോഗ്രാം. ഉറപ്പാണ്. അല്ലാതെ 50 + 30 80 എഴുതിക്കളയരുത്. കഴിഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് ഇതിലുള്ള ഒരേ ഒരു വ്യത്യാസം, ഈ ക്ലാസ്സിലേക്ക് ഒരാളല്ല വരുന്നത്, ഈ ക്ലാസ്സിലേക്ക് 10 പുതിയ കുട്ടികൾ വരുന്നു. 10 പുതിയ കുട്ടികൾ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന 50 ഇൻറ്റു 1 50ൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് 10 കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് എന്ത്? അപ്പോൾ പഠിച്ച നിലവിലെ അംഗസംഖ്യ എഴുതുക, ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എഴുതുക. ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ അത് 2 ആകാം 3 ആകാം 5 ആകാം 10 ആകാം, എത്ര വേണോ ആകാം. ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ പഴയ വെയിറ്റ് പ്ലസ്സോ മൈനസോ ചെയ്യാവൂ. ഓക്കെയാണ്. പിടികിട്ടുമല്ലോ, തെറ്റിക്കില്ലല്ലോ. ശരി. അപ്പോൾ ഈ മെത്തേഡിൻ്റെ തുടർച്ചയാണ്. ഇവിടെ മാത്രം ശ്രദ്ധിക്കുക, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടേ പ്ലസ്സോ മൈനസോ ചെയ്യാവൂ. നമുക്ക് നോക്കാം ഒരു ചോദ്യം. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം. അപ്പം 40 പേരുണ്ട്. ഇപ്പോൾ അവരുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം. പുതുതായി 10 കുട്ടികൾ, ഒരാളല്ല 10 കുട്ടികൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാവും. എങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം എന്ത്? കണ്ടല്ലോ, ആദ്യം നിലവിലെ അംഗസംഖ്യ. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ 10 പേര് കൂടെ വന്നാൽ നിലവിൽ ആ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 50. ഓക്കെ, ഡൗട്ടില്ല. ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. പുതുതായി 10 പേര് വന്നപ്പോൾ ശരാശരിക്ക് എന്ത് സംഭവിച്ചു? 2 കൂടി. സോ 50 ഇൻറ്റു 2. 50 ഇൻറ്റു 2 എന്താ? അത് 100 ആണ്. പക്ഷേ 100 ആകാൻ കാരണം ക്ലാസ്സിൽ എത്ര പേര് വന്നു? നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്താ? ഒന്നിൽ കൂടുതൽ ആൾ വന്നാൽ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടേ ബാക്കി പരിപാടികൾ ചെയ്യാവൂ. ഇവിടെ ഒന്നിൽ കൂടുതൽ പേര് വന്നില്ലേ? എത്ര പുതിയ കുട്ടികൾ വന്നു? 10 പേര് വന്നു. സോ ബൈ 10. ഉറപ്പാണ്. അപ്പോൾ നിലവിലെ അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം ബൈ പുതുതായി വന്ന കുട്ടികളുടെ എണ്ണം. പുതുതായി വന്ന കുട്ടികളുടെ എണ്ണം ഇവിടെ 10 ആണ്. ശരിയല്ലേ? ഇനി കൂടുന്നു എന്നല്ലേ പറയുക? പ്ലസ് കൊടുത്തു. എത്രയാ പ്ലസ്? അവിടുത്തെ പഴയ ഭാരം 50. 0 ക്യാൻസലായിപ്പോയി. 5 ഇൻറ്റു 2 10. 10 + 50 ഉത്തരം 60 കിലോഗ്രാം. ഓക്കെയാണ്, ഡൗട്ടില്ല. ശരി, നോക്കൂ. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ്. പുതുതായി 20 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. എങ്കിൽ ഈ പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം എന്ത്? നേരത്തെ അതേ മോഡൽ.
ആദ്യം നോക്കേണ്ടത് നിലവിലെ അംഗസംഖ്യ. 30 പേരുള്ള ക്ലാസ്സിലേക്ക് 20 പുതിയ കുട്ടികൾ കൂടി വന്നാൽ നിലവിലെ അംഗസംഖ്യ 50. ഓക്കെ. ഇൻറ്റു ശരാശരിയിൽ അപ്പോൾ എന്ത് സംഭവിച്ചു 2 കൂടി. സോ 50 ഇൻറ്റു 2 100ഒക്കെയാ. പക്ഷേ എന്താ നമ്മൾ പഠിച്ചേ, ഒന്നിൽ കൂടുതൽ ആൾ വന്നാൽ ഇവിടെ എത്ര പേര് വന്നു? 20 പേര് വന്നു. ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ പേര് വന്നില്ലേ? സോ 20/20. ഓക്കെ. ഇനി കൂടുന്നു എന്ന് പറഞ്ഞു, അതിനാൽ പ്ലസ്. ആരാ? 40 ആയിരുന്നു പഴയത്. ഈ സീറോയും പോയി, ഈ രണ്ടും പോയി. ബാക്കി എത്ര? 5 + 40. നമ്മുടെ ഉത്തരം 45 കിലോഗ്രാം. ഓക്കെയാണ്. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചേ, ഒരിക്കൽ കൂടി ആദ്യം എഴുതേണ്ടത് നിലവിലെ അംഗസംഖ്യ. എന്താ നിലവിലെ അംഗസംഖ്യ? 30 കുട്ടികൾ ഉണ്ടായിരുന്നു, 20 പേരൂടെ വന്നു, അപ്പോൾ അംഗസംഖ്യ 50 പേരായി. ഇൻറ്റു ശരാശരിക്ക് എന്ത് സംഭവിച്ചു? 20 കുട്ടികൾ വന്നപ്പോൾ ശരാശരിയുടെ വ്യത്യാസം 2 കൂടി എഴുതി. ബൈ 20. എന്തിനാ ബൈ 20? ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടേ പ്ലസ്സോ മൈനസോ ചെയ്യാവൂ. ഉറപ്പല്ലേ? സോ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരമാണ് 45. അപ്പോൾ ഈ മോഡലുകൾ ക്ലിയർ ആണല്ലോ. നമ്മൾ കണ്ട 13, 14, 15 മോഡലുകൾ. ആദ്യത്തത് റീപ്ലേസ്, രണ്ടാമത്തത് ഒരാൾ മാത്രം വരുന്നു, മൂന്നാമത്തത് ഒന്നിൽ കൂടുതൽ ആൾ വരുന്നു. എങ്ങനെയാണ് ചെയ്യുക? ആദ്യത്തതായാലും രണ്ടാമത്തതായാലും മൂന്നാമത്തായാലും നിലവിലെ അംഗസംഖ്യ എടുക്കുക, ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം. ശരിയല്ലേ? എന്നാൽ ഒന്നിൽ കൂടുതൽ ആൾ വരുന്ന മൂന്നാമത്തെ മോഡലിൽ എന്ത് ചെയ്യണം? ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടേ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചെയ്യാവൂ. ക്ലിയർ ആണ്. സ്ഥിരം ചോദ്യമാണ് PSCക്ക്. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 10 മുതൽ 15 വരെ ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കി എടുക്കാം. LDക്കും ഡിഗ്രിക്കും. ഞാൻ LDയുടെ കാര്യം എടുക്കുമ്പോൾ ഒരു 10ഓളം ചോദ്യം നമുക്കുണ്ട്. ഡിഗ്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി പരീക്ഷയ്ക്ക് മാത്രം 15ലധികം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പ്രീവിയസ് മൊത്തം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25ലധികം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ. ഈ മോഡലിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായും വ്യക്തമായി പഠിക്കണം, എഴുതാതെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അടുത്ത ടൈപ്പിലേക്ക് വരാം. 1 മുതൽ 17 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി. എന്താണ് വർഗം എന്ന് പറഞ്ഞാൽ? അത് സ്ക്വയറാണ്. ഓക്കെ. അപ്പോൾ 1 മുതൽ 17 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗം എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ അപ് ടു 17 സ്ക്വയറാണ് അല്ലേ? എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി കാണാൻ ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. n+1 ഇൻറ്റു 2n+1/6. ഇക്വേഷൻ എന്താ? n+1 ഇൻറ്റു 2n+1/6. എന്താണ് ഇവിടുത്തെ n? എത്ര സംഖ്യകൾ തരുന്നു? എത്ര വരെ തന്നിട്ടുണ്ട്? 17. അതാണ് ഇവിടുത്തെ n. അപ്പോൾ n+1 17 + 1 എത്ര കിട്ടും? 18. 2n+1 17 അല്ലേ? 2 × 17 34 + 1 എത്ര കിട്ടും? 35/6. 6ഉം 18ഉം ക്യാൻസലായിപ്പോയി 3 പ്രാവശ്യം. 35 × 3 ആൻസർ 105. ഉറപ്പല്ലേ? അപ്പോൾ മക്കളെ, എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ആവറേജ് കാണാൻ, എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി കാണാൻ ചോദിച്ചാൽ ഇക്വേഷൻ എന്താണ്? n+1 സംഖ്യ +1 ഇൻറ്റു 2n+1 സംഖ്യയുടെ ഇരട്ടി +1/6/6. ഉറപ്പല്ലേ? പഠിച്ചേ. n+1 ഇൻറ്റു 2n+1/6. ക്ലിയർ അല്ലേ? ബൈ ഹാർട്ട് ചെയ്യണം. n+1 ഇൻറ്റു 2n+1/6. എന്തിനാ ഇക്വേഷൻ ഉപയോഗിക്കുക? എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ആവറേജ് കാണാൻ. ഉറപ്പാണ്? യെസ്. അടുത്ത ചോദ്യം. 1 മുതൽ 23 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി. മനസ്സിൽ ഓർമ്മ വന്നു? n+1 അല്ലേ? n+1 ഞാൻ ഒരിക്കൽ കൂടെ എഴുതാം. ഇൻറ്റു ആരാ? 2n+1/6. n ഇവിടെ എത്ര? 23. അപ്പോൾ 23 + 1 24 ഇൻറ്റു 2n 24 n എടുത്ത് കളയല്ലേ? n ക്വസ്റ്റ്യനിലുണ്ട് എത്ര? 23. 2 × 23 46 + 1 47 ബൈ എത്ര? 6. ഉറപ്പാണ്. 6ഉം 24ഉം ക്യാൻസൽ ആയിട്ടുണ്ട് 4 പ്രാവശ്യം. 47 × 4 188. ഉറപ്പാണ്. എഴുതി ഗുണിക്കാം. 47 × 4 എന്നായിരിക്കും ചിലർ എഴുതി ഗുണിക്കുക. സോ ആൻസർ 28
ദെൻ 188. ഇനി എഴുതാതെ ഗുണിക്കുന്നവർക്ക് പല രീതിയുണ്ട്. 47ൻ്റെ ടേബിളാണ് നമുക്ക് അറിഞ്ഞൂടാത്തത്. പക്ഷേ 40 ഗുണം 4 ചെയ്യാൻ പറ്റും അല്ലേ? 47ന് 40 എടുത്താൽ 40 ഗുണം 4 160. ബാക്കി 7 ഗുണം 4 28. 160നോട് 28 കൂട്ടുമ്പോൾ ഉത്തരം 188. ക്ലിയർ? നോക്കൂ, 1 മുതൽ 35 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി. ഇവിടുത്തെ n എന്ന് പറയുന്നത് 35 ആയതിനാൽ n+1, 35 + 1 36. 2n 2 × 35 70 +1 71/6. 6ഉം 36ഉം ക്യാൻസലായിപ്പോയി. 6 71 × 6 ആൻസർ 426. ശരിയല്ലേ? അപ്പം നോക്കാം, എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ആവറേജ് കാണാൻ, എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി കാണാൻ ഇക്വേഷൻ n+1 × 2n+1/6 ആയിരിക്കും. പഠിച്ചേ, ഉറപ്പാണ്. അടുത്തതിലേക്ക് വരാം. ചോദ്യം, 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ മലയാള വാക്ക് ഘനം എന്നാണ് കേട്ടോ. ഘനം. ക്യൂബിൻ്റെ ശരാശരി എന്ത്? 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി. ഈ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി ആവുമ്പോൾ ഇക്വേഷൻ ഇതാണ്: n × n+1² എന്തോടാ ഇക്വേഷൻ? n × n+1² n എന്ന് പറയുന്നത് സംഖ്യകളുടെ എണ്ണമാണ്. ഇവിടെ എത്ര വരെയുണ്ട്? 4. സോ ഇവിടുത്തെ n = 4. അപ്പോൾ ഇക്വേഷൻ എന്താ മക്കളെ? n × n+1² പഠിച്ചേ, n × n+1² അത് സംഖ്യ എഴുതി, സംഖ്യയോട് ഒന്നുകൂട്ടി അതിൻ്റെ സ്ക്വയർ എഴുതി, /4. ക്ലിയർ അല്ലേ? n × n+1² ഇവിടുത്തെ n എത്ര? 4. n+1 എത്ര വരും? 5. 5ൻ്റെ സ്ക്വയർ /4. ശരിയല്ലേ? സോ 4 × 5ൻ്റെ സ്ക്വയർ 25/4 വെട്ടിപ്പോയി. നമ്മുടെ ഉത്തരം 25. അപ്പം നോക്കാം, എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി കാണേണ്ട ഇക്വേഷൻ n × n+1² ആയിരിക്കും. ഉറപ്പാണ്, ഉറപ്പാണ്. നോക്കാം, 1 മുതൽ 8 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ n × n+1² അല്ലേ? n എത്ര? 8. 8 + 1 എത്ര? 9. 9ൻ്റെ സ്ക്വയർ /4. സോ 8 × 80ൻ്റെ സ്ക്വയർ 81/4 കട്ട് ചെയ്ത് പോയി. 2 × 81 ആൻസർ 162. ക്ലിയർ അല്ലേ? അപ്പോൾ മക്കളെ ക്ലിയർ ആണ്. എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി എങ്ങനെ കാണും? ഇക്വേഷൻ n × n² ആണ്. ഉറപ്പല്ലേ? ഇവിടുത്തെ n 8 ആയതിനാൽ നമ്മുടെ ഉത്തരം 162. ക്ലിയർ ആണ്. അടുത്തതിലേക്ക് വരാം. 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബ്. നമുക്കറിയാം n ഇവിടെ 9 ആണ്. 9നോട് 1 കൂട്ടി n+1 10. 10ൻ്റെ സ്ക്വയർ /4. സോ 9 × 100/4 ആണെങ്കിൽ 4ഉം 100ഉം കട്ട് ചെയ്ത് പോയി 25. 25 × 9 225. അപ്പോൾ ക്ലിയർ ആണ്, എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി കാണാൻ n × n+1² ശരിയല്ലേ? എണ്ണൽ സംഖ്യകളുടെ നേരത്തെ പഠിച്ച സ്ക്വയർ ആയിരുന്നെങ്കിലോ n+1 × 2n+1/6. 2 ഇക്വേഷൻ. എണ്ണൽ സംഖ്യകളെക്കുറിച്ച് നമ്മൾ കുറേ നേരത്തെ കണ്ടായിരുന്നു. ആദ്യ മോഡലുകളിൽ പകുതി എടുത്ത് പോയിൻ്റ് കൂട്ടുക, ഇരട്ട സംഖ്യ +1, ഒറ്റ സംഖ്യ അതേ സംഖ്യ. ശരിയല്ലേ? ഇവിടെ വന്നപ്പോൾ എന്തായി? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്. എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ എണ്ണൽ സംഖ്യയുടെ ക്യൂബുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വന്നു. ക്ലിയർ ആണല്ലോ ഈ രണ്ടും? ഓക്കെ. അടുത്ത ടൈപ്പ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 16ാമത്തെ കളിയിൽ 80 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരിയിൽ 2 റൺസിൻ്റെ വർധനവുണ്ടായി. എങ്കിൽ 16 കളികളിലായി അയാളുടെ ശരാശരി എന്ത്? നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല.
2-3 ചോദ്യങ്ങളേ ഉള്ളൂ. പക്ഷേ PSC ചോദിച്ചിട്ടുണ്ട് LDC തിരുവനന്തപുരത്ത് ഉൾപ്പെടെ. അപ്പോൾ ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മോഡൽ പഠിച്ചു വയ്ക്കണം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 16ാമത്തെ കളിയിൽ 80 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരിയിൽ 2 റൺസ് അങ്ങ് കൂടി. എങ്കിൽ 16 കളികളിലായി അയാൾ എത്ര റൺസ് എടുത്തു എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് മെത്തേഡിൽ കിടക്കുന്ന ചോദ്യമല്ല. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ ആക്ച്വലി ഉണ്ട്. ഉറപ്പല്ലേ? കുറച്ച് മാറ്റങ്ങൾ ആക്ച്വലി ഉണ്ട്. മാറ്റങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 16ാമത്തെ കളിയിൽ 80 റൺസ് എടുക്കുന്നു. 16ാമത്തെ കളിയിൽ ഈ 80 റൺസ് എടുത്തപ്പോൾ ശരാശരി അയാൾക്ക് 2 റൺസ് കൂടുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ 80 റൺസ് എടുക്കുമ്പോൾ നമ്മുടെ ശരാശരി കൂടണമെങ്കിൽ നമ്മുടെ പഴയ ശരാശരി 80നേക്കാൾ കൂടുതൽ 100 ആയിരുന്നെങ്കിൽ ശരാശരി കൂടുമോ? 80 കുറഞ്ഞു പോയില്ലേ? ദെൻ 80 ആണെങ്കിലോ ശരാശരി ഒരു മാറ്റം ഇല്ലാതിരിക്കും. അപ്പം ഞാൻ 80 റൺസ് എടുക്കുമ്പോൾ എൻ്റെ ശരാശരി വർദ്ധിക്കണമെങ്കിൽ എൻ്റെ പഴയ ശരാശരി 80നേക്കാൾ താഴെ ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ താഴെയുള്ള വാല്യൂവിനെയാണ് കാണേണ്ടത്. ഇവിടെ കൂടുന്നു എന്നൊക്കെയാണ് പറയുക. ക്വസ്റ്റ്യൻ ഒരു ഇൻവേഴ്സ് പ്രപ്പോർഷനിൽ കിടക്കുന്ന. നമുക്ക് ആദ്യം ഇതിനെ എക്സ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ. എന്നിട്ട് എഴുതാതെ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് 16 കളികളുടെ ശരാശരിയല്ലേ. സോ 16 കളികളുടെ ശരാശരി എക്സ് എന്നെടുത്തു. 16ന് മുമ്പ് അയാൾ കളിച്ച കളികളുടെ എണ്ണം 15 അപ്പോൾ 15 കളികളുടെ ശരാശരി എന്തെന്ന് ചോദിച്ചാൽ എക്സ് -2 ആണ് അല്ലേ? എന്താണ് x-2? ഇവിടെ ഒരാൾ തൻ്റെ 16ാമത്തെ കളിയിൽ 80 റൺസ് എടുത്തു. 80 റൺസ് എടുത്തപ്പോൾ അയാളുടെ ശരാശരി 2 കൂടി. ക്ലിയർ അല്ലേ? ആ 2 കൂടിയതാണ് എത്ര വരുന്നത്? എക്സ് വരുന്നത്. അപ്പം നേരത്തെ 2 കുറവായിരുന്നിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടാണ് x-2 ഇട്ടത്. ഉറപ്പല്ലേ? അപ്പോൾ 15 കളികളുടെ ശരാശരി x-2 ആണ്. എങ്കിൽ 15 കളികളിൽ ഇയാൾ ആകെ എത്ര റൺസ് എടുത്തിട്ടുണ്ടാകും? നമ്മൾ ശരാശരിയുടെ ഫോർമുല എടുത്തിട്ടുണ്ടല്ലോ, തുക ബൈ എണ്ണം അല്ലേ? ആവറേജ് ഈക്വൽ ടു ആദ്യം നമ്മൾ പഠിച്ചതാ സം ബൈ നമ്പർ. അങ്ങനെയാണെങ്കിൽ സമ്മ് കാണാം ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ? അതായത് ആവറേജിനെ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 15 കളിയിൽ എടുത്ത റൺസ് കിട്ടും, സം കിട്ടും. അപ്പോൾ 15 കളികളിൽ ഇയാൾ ആകെ എത്ര റൺസ് എടുത്തു? 15 ഇൻറ്റു x-2, 15 ഇൻറ്റു x-2. x-2 ആവറേജ് ആണ്. കളികളുടെ എണ്ണം 15 ആണെങ്കിൽ 15 കളികളിൽ ആകെ എടുത്ത റൺസ് 15 ഇൻറ്റു x-2. അതിനോട് 16ാമത്തെ കളിയിലെടുത്ത 80 റൺസ് കൂടെ ചേരുമ്പോൾ 15 കളികളുടെ ടോട്ടൽ പ്ലസ് 16ാമത്തെ കളി 16 കളികളുടെ ടോട്ടൽ അല്ലേ? 16 കളികളുടെ ടോട്ടൽ ശരാശരി ഇൻറ്റു നമ്പർ 16x. ഇതല്ലേ ഇക്വേഷൻ. 15 ഇൻറ്റു x-2 15 കളികളുടെ ടോട്ടൽ റൺസിനോട് 16ാമത്തെ കളിയിലെടുത്ത 80 കൂടെ ചേരുമ്പോൾ 16 കളികളുടെ ടോട്ടലായ 16x കിട്ടും. ഈ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അകത്തോട്ട് 15 ഇൻറ്റു എക്സ് 15x മൈനസ് 15 ഇൻറ്റു 2 30 പ്ലസ് 80 സമം 16x. ക്ലിയർ അല്ലേ? 15x-ഉം 16x ഒരിടത്ത് വരുമ്പോൾ എക്സ് ഈക്വൽ ടു 80 മൈനസ് 30. സോ എക്സ് ഈക്വൽ ടു 50. 16 കളികളിലായി അയാളുടെ ശരാശരി എന്ത് എന്ന് നമ്മൾ എക്സ് ഉപയോഗിച്ച് കണ്ടെത്തിയത് 50 ആണ്. ഉറപ്പല്ലേ? ഒരിക്കൽ കൂടെ 16 കളികളുടെ ശരാശരി എക്സ് എന്നെടുത്തു. 16ന് മുമ്പ് 15 കളികൾ ശരാശരി 2 കൂടെ ചേർന്നതായിരുന്നു എക്സും പഴയത് കുറവ് x-2. 15 കളികളുടെ ആകെ റൺസ് 15 ഇൻറ്റു x-2 പ്ലസ് 16ാമത്തെ കളിയിലെടുത്ത 80 16x ആയ 16 കളികളുടെ ആകെ റൺസിന് തുല്യം. 15x മൈനസ് 30 പ്ലസ് 80 സമം 16x. എക്സ് 80 മൈനസ് 30 എക്സ് എത്രയെന്ന് കിട്ടും? 50 എന്ന് കിട്ടും. 16 കളികളിൽ ഇയാളുടെ ശരാശരി. ഇനി നമുക്കിത് എഴുതാതെ ചെയ്യുന്ന മെത്തേഡിലേക്ക് വരാം. ഇതാണ് ഡയറക്റ്റ്, ഇതിൽ ചെയ്താലും മതി. നമ്മൾ ഡേറ്റ് ചെയ്ത 16ാമത്തെ കളി, ആ കളിയിലെടുത്ത റൺസ് 80. ആ 80 എടുത്തപ്പോൾ ശരാശരിക്ക് എന്ത് സംഭവിച്ചു? 2 കൂടി. എങ്കിൽ 16 കളികളിൽ അയാളുടെ ശരാശരി എന്ത്? ഏറ്റവും പുതിയ ശരാശരി. ആദ്യം നോക്കേണ്ടത് ഈ കളിയിലെടുത്ത റൺസ് എത്ര? ഈ കളിയിലെടുത്ത റൺസ് എത്ര? എത്രയാ റൺസ്? 80. ഡൗട്ടില്ല. അടുത്ത് നോക്കേണ്ടത് ഈ 80 റൺസ് എടുത്തപ്പോൾ ശരാശരിക്ക് എന്ത് സംഭവിച്ചു? 2 കൂടി. ഇതുവരെ നമ്മൾ കൂടി എന്ന് പറഞ്ഞാൽ പ്ലസ് ഇട്ടാണ് വന്നത്. എന്നാൽ ബാറ്റിംഗ് ആവറേജ് മാത്രം, എന്തിൽ മാത്രം? ബാറ്റിംഗ് ആവറേജ് മാത്രം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ബാറ്റിംഗ് ആവറേജ് മാത്രം കൂടി എന്ന് പറഞ്ഞാൽ മൈനസ് ഇടുക. അപ്പോൾ കുറഞ്ഞു എന്ന് പറഞ്ഞാലോ പ്ലസ് കൊടുക്കുക. കൂടി എന്ന് പറഞ്ഞാൽ മൈനസ്, കുറഞ്ഞു എന്ന് പറഞ്ഞാലോ പ്ലസ്. ഇത്രയും നോക്കുക. അവസാന കളിയിലെടുത്ത റൺസ് 80. ശരാശരി കൂടുന്നു മൈനസ്, കുറയുന്നു പ്ലസ്.
ഉറപ്പല്ലേ? അപ്പോൾ ഇവിടെ 80 എടുത്തു, കൂടുന്നു മൈനസ്. ഈ 80 എടുത്തത് 16ാമത്തെ കളിയിലല്ലേ? ഇനി വേണ്ടത് അപ്പോൾ അതിന് മുമ്പ് കളിച്ച കളികളുടെ എണ്ണം, പഴയ കളികളുടെ എണ്ണം. എത്ര പഴയ കളികളുടെ എണ്ണം? 15 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. പഴയ കളികളുടെ എണ്ണം ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസമാണ് ഇവിടെ വേണ്ടത്. സോ 80 മൈനസ് 15 ഇൻറ്റു 2 30, ഉത്തരം 50. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഒറ്റ ലൈൻ നമ്മളിതിൽ ഈ പാർട്ട് മാത്രമാണ് ഇവിടെ അങ്ങ് എടുത്തത്. മെത്തേഡ് ക്ലിയർ ആണ്. അവസാന കളിയിലെടുത്ത റൺസ്, മക്കളെ ശ്രദ്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് ലെങ്ത് ആയിരിക്കും. അവസാന കളിയിലെടുത്ത റൺസ് 80, ശരാശരി കൂടുന്നു മൈനസ്, കുറയുന്നായിരുന്നെങ്കിൽ പ്ലസ്, മൈനസ് കഴിഞ്ഞിട്ട് പഴയ കളികളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. പഴയ കളികളുടെ എണ്ണം ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് നോക്കാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 21ാമത്തെ കളിയിൽ 90 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരിയിൽ 3 റൺസിൻ്റെ വർധനവുണ്ടായി എങ്കിൽ 21 കളികളിലായി അയാളുടെ ശരാശരി എന്ത്? ചോദ്യം ക്ലിയർ ആണ്. ചെയ്യേണ്ടത് ആദ്യം ഈ കളിയിലെടുത്ത റൺസ് 90, എടുത്ത റൺസ് 90, ശരാശരി കൂടുന്നു, എന്ത് സൈൻ? മൈനസ് സൈൻ. എടുത്ത റൺസ് 90, ശരാശരി കൂടുന്നു, എന്ത് സൈൻ? മൈനസ് സൈൻ. ശരിയല്ലേ? ദെൻ ഇനി എന്ത് വേണം? പഴയ കളികളുടെ എണ്ണം. ഈ 90 എടുത്ത കളി ഏത്? 21. അപ്പോൾ അതിനു മുമ്പ് പഴയത് 20 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം 3. ഉറപ്പാണ്. അപ്പോൾ 90 മൈനസ് 20 ഇൻറ്റു 3 എത്ര? 60. 90ൽ നിന്ന് 60 കുറച്ചാൽ എന്താ ഉത്തരം? 30. അപ്പോൾ ക്ലിയറാണ്. ഇത്രയേ ഉള്ളൂ. എഴുതാതാണെങ്കിലും ചെയ്യാം. അവസാന കളിയിലെടുത്ത റൺസ് 90, ശരാശരി കൂടുന്നു, എന്ത് സൈൻ? മൈനസ്. അതിന് മുൻപ് കളിച്ച കളികളുടെ എണ്ണം, അതായത് പഴയ കളികളുടെ എണ്ണം 20 ഇൻറ്റു വ്യത്യാസം 3. ആൻസർ 30. ഓക്കെയാണ്. ഒരു ചോദ്യം കൂടെ നോക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 15ാമത്തെ കളിയിൽ 40 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരിയിൽ 1 റൺസിൻ്റെ കുറവുണ്ടായി എങ്കിൽ 15 കളികളിലായി അയാളുടെ ശരാശരി. 15 കളി, 40 റൺസ്, 1 റൺസിൻ്റെ കുറവ്. നമ്മളെന്താ മക്കളെ പഠിച്ചത്? അവസാന കളിയിലെടുത്ത റൺസ് എത്ര? 40. ഇതെടുത്തപ്പോൾ ശരാശരി കൂടിയാൽ മൈനസ്, കുറഞ്ഞാൽ പ്ലസ്. ശരാശരി കുറഞ്ഞില്ലേ? പ്ലസ് കൊടുത്തു. ഈ 40 എടുത്ത കളി 15 അല്ലേ? അതിനു മുമ്പ് കളിച്ച കളികളുടെ എണ്ണം 14 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം 1. സോ 40 പ്ലസ് 14, നമ്മുടെ ഉത്തരം 54. ഉറപ്പാണ്. അപ്പോൾ ഇവിടെ തെറ്റൂല. അവസാന കളിയിലെടുത്ത റൺസ് ശരാശരി കൂടുമ്പോൾ മൈനസ്, കുറയുമ്പോൾ പ്ലസ്, പഴയ കളികളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. ടൈപ്പ് നമ്പർ 19. 50 സംഖ്യകളുടെ ശരാശരി 30 ആണ്. 50 സംഖ്യകളുണ്ട്. ഈ 50 സംഖ്യകളുടെ ശരാശരി 30 ആണ്. എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ 70 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്ന് തെറ്റായി രേഖപ്പെടുത്തി എങ്കിൽ ശരിക്കുള്ള ശരാശരി എന്ത്? ചോദ്യം വ്യക്തമാണ്. 50 സംഖ്യകൾ, ഈ 50 സംഖ്യകളുടെ ശരാശരി 30 ആണ്. എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ 70 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്ന് തെറ്റായി രേഖപ്പെടുത്തി എങ്കിൽ ശരിക്കുള്ള ശരാശരി എന്ത്? 50 സംഖ്യകളുണ്ട്. ഈ 50 സംഖ്യകളുടെ ശരാശരി 30 ആണ്. എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ 70 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്ന് തെറ്റായി രേഖപ്പെടുത്തി എങ്കിൽ ശരിക്കുള്ള ശരാശരി എന്ത്? അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. 50 സംഖ്യകളുടെ ശരാശരി 30 ആയതിനാൽ ആദ്യം 50 സംഖ്യകളുടെ തുക കണ്ടെത്തും. 50 ഗുണം 30, 5 ഇൻറ്റു 3 15, 2 0 1500. ഈ ശരാശരി കണക്കാക്കിയപ്പോൾ 70 എന്നൊരു സംഖ്യ ഉണ്ടായിരുന്നു. ആ സംഖ്യയ്ക്ക് പകരം ഒരു സംഖ്യ 20 എന്ന് തെറ്റായി എടുത്തിട്ടാണ് ഈ ശരാശരി കണ്ടിട്ടുള്ളത്. അതായത് ഈ 1500-നകത്ത് ആരുണ്ട്? 20 ഉണ്ട്. ശരിയല്ലേ? നിരവധി സംഖ്യകളുണ്ട്, 50 സംഖ്യകളുണ്ട്. അതിലൊരു സംഖ്യ 20 എന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ 20 സംഖ്യ തെറ്റല്ലേ? അതുകൊണ്ട് 1500 നിന്ന് 20 എന്ന തെറ്റ് ഒഴിവാക്കുമ്പോൾ ബാക്കി 1480. ഇനി 20 ഒഴിവാക്കി കഴിഞ്ഞാൽ 20ൻ്റെ സ്ഥാനത്ത് വരേണ്ട കറക്റ്റ് നമ്പർ ആരായിരുന്നു? 70. അത് ഉൾപ്പെടുത്തുമ്പോൾ 1550 യഥാർത്ഥത്തിലുള്ള തുക വരേണ്ടത്. നേരത്തെ അത് 1500 ആയിരുന്നു. 1500 അല്ല, 1550 തുക വരേണ്ടത്. ഇനി ശരാശരി ആണെങ്കിൽ എന്ത് കാണണം? 1550 ഡിവൈഡഡ് ബൈ എത്ര? 50. 1550 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം?
50. സീറോയും സീറോയും ക്യാൻസലായി. 15ൽ 3 പ്രാവശ്യം 1. ഉത്തരം എന്താ? 31 എന്നാണ് ഉത്തരം വരേണ്ടത്. ഇത് കുറച്ചുകൂടെ സിമ്പിളായ സംഖ്യകളാണ് 50ഉം 30ഉം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം എഴുതാതെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻ വരെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ സമയമെടുക്കും. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ രീതിയിൽ ഉത്തരം ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്കിത് കുറച്ചുകൂടെ സിമ്പിളായി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡയറക്റ്റ് മനസ്സിലായല്ല. 50 സംഖ്യകളുടെ തുക കണ്ടു, അതിൽ നിന്ന് തെറ്റായ സംഖ്യ ഒഴിവാക്കി ശരിയായ സംഖ്യ ആഡ് ചെയ്തു, പുതിയ തുക കണ്ടെത്തി, അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മുടെ മെത്തേഡ്. 50 സംഖ്യകൾ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യം. 50 സംഖ്യകൾ, അവയുടെ ശരാശരി 30. അപ്പോൾ സംഖ്യകളുടെ എണ്ണം 50, അവയുടെ പഴയ ശരാശരി 30. സംഖ്യകളുടെ എണ്ണം 50, പഴയ ശരാശരി 30. ശരാശരി കണക്കാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? 70 എന്നൊരു സംഖ്യയുണ്ട്. 70ന് പകരം 20 എന്ന് തെറ്റായി രേഖപ്പെടുത്തി. 70 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്ന് തെറ്റായി രേഖപ്പെടുത്തി എങ്കിൽ ശരിക്കുള്ള ശരാശരി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ 70 എന്ന സംഖ്യയ്ക്ക് പകരം 20 തെറ്റ്, 20ന് തെറ്റും 70ന് ശരിയെന്നിട്ടാൽ പരീക്ഷാ ഹാളിൽ ഇങ്ങനെ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. എപ്പോഴും ഏറ്റവും കുറച്ച് എഴുതുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ. ശരിയല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ശരിയും തെറ്റും ഇട്ടാൽ നമുക്കത് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ ശരിയുടെയും തെറ്റിൻ്റെയും വ്യത്യാസം എടുക്കണം. ശരിയുടെയും തെറ്റിൻ്റെ എന്ത് ചെയ്യണം? വ്യത്യാസം എടുക്കണം. ശരിയുടെയും തെറ്റിൻ്റെയും വ്യത്യാസം. അപ്പോൾ 70ൻ്റെയും 20ൻ്റെയും വ്യത്യാസം എത്ര? 50. ആ വ്യത്യാസത്തെ അവയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം ഉണ്ട്? 50 സംഖ്യകൾ. അപ്പം വ്യത്യാസം എടുത്തു, വ്യത്യാസത്തിന് എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 50 എണ്ണം ഇല്ലേ? 50/50. അപ്പോൾ ഉത്തരം എത്ര? 1. കിട്ടിയ. അപ്പോൾ 50 ആദ്യം എന്ത് ചെയ്തു? ശരിയുടെയും തെറ്റിൻ്റെയും വ്യത്യാസം എടുത്തു, വ്യത്യാസത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 50നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ 1 ഈ പറഞ്ഞ നിലവിലെ ശരാശരിയായ 30 ഇല്ലേ, ആ 30നോട് പ്ലസ് മൈനസോ ചെയ്താൽ ഉത്തരം കിട്ടണം. അത് പ്ലസ്സോ മൈനസോ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? ദെൻ അത് എങ്ങനെ തീരുമാനിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഈ പറഞ്ഞ സംഖ്യകളിലെ ശരിയും തെറ്റും നോക്കുക. ആരാ? 70ഉം 20ഉം. ഇതിൽ ശരി എത്ര? 70. ശരിയുടെ സംഖ്യ വലുതാണെങ്കിൽ പ്ലസ്, ശരി വലുതാണെങ്കിൽ പ്ലസ്, ശരി ചെറുതാണെങ്കിലോ മൈനസ്. തെറ്റൂലല്ലോ. ദെൻ ഇവിടെ ശരിയല്ലേ വലുത്? സോ 30 + 1 31. ഉറപ്പാണ്. നോക്കാം. ഞാനിത് ഒരിക്കൽ കൂടെ പറയാം. ഞാനിങ്ങനെ സൈഡിലോട്ട് എഴുതിയത് കൊണ്ട് ചിലപ്പോൾ രണ്ടും കൂടെ കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എഴുതുന്നു. നോക്കിക്കോ. ചോദ്യം ഇതാണ്. 50 സംഖ്യകൾ, അവയുടെ ശരാശരി എന്ന് പറയുന്നത് 30 എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ 70 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്ന് തെറ്റായി രേഖപ്പെടുത്തി. ശരിക്കുള്ള ശരാശരി. ആദ്യം എന്ത് ചെയ്യണം? ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം, അവയെ എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എണ്ണം കൊണ്ട്. വ്യത്യാസം പറ. 70ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം 50. എണ്ണം എത്ര? 50. 50നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. ഉറപ്പല്ലേ? അപ്പോൾ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എടുത്തു, അവയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. ഈ 1 ശരി വലുതാണെങ്കിൽ നിലവിലെ ശരാശരിയോട് പ്ലസും, ശരി ചെറുതാണെങ്കിൽ മൈനസും. ശരി വലുതാണെങ്കിൽ പ്ലസും, ശരി ചെറുതാണെങ്കിൽ മൈനസും. ഇവിടെ ശരി വലുതല്ലേ? 30 + 1. ആൻസർ എന്താ? 31. ഉറപ്പാണ്. തെറ്റിക്കില്ലല്ലോ. ശരി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 25 സംഖ്യകളുടെ ശരാശരി 75. സംഖ്യകളുടെ എണ്ണം 25, ആ സംഖ്യകളുടെ ശരാശരി എത്ര? 75. ശരാശരി കണക്കാക്കിയപ്പോൾ 120 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്ന് തെറ്റായി രേഖപ്പെടുത്തി എങ്കിൽ ശരിക്കുള്ള ശരാശരി. 120 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്ന് തെറ്റായി രേഖപ്പെടുത്തി എങ്കിൽ ശരിക്കുള്ള ശരാശരി എന്ത്? ആദ്യം എന്ത് ചെയ്യണം? ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എടുത്തു. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം അവയെ എന്ത് ചെയ്തു? എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം അവയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ 120ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 100. അവയുടെ എണ്ണം എത്ര എണ്ണമുണ്ട്? 25 സംഖ്യകൾ. 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ഉത്തരം എത്ര? 4. ഈ 4 പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ? ആരോട്? 75നോട്. അപ്പോൾ ഈ 75നോട്
ഈ 4 പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ നമ്മൾ എങ്ങനെയാണോ തീരുമാനിക്കുക? ശരിയും തെറ്റും നോക്കി. ശരിയുടെ സംഖ്യ വലുതാണെങ്കിൽ പ്ലസ്, ചെറുതെങ്കിൽ മൈനസ് എന്നല്ലേ പഠിച്ചേ? ശരിയുടെ സംഖ്യ വലുതല്ലേ? ശരി 120. സോ 75 + 4 നമ്മുടെ ഉത്തരം 79. അപ്പോൾ മക്കളെ ക്ലിയർ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ 20 എന്ന് തെറ്റ്, 20 തെറ്റ്, 120 ശരി. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എഴുതുന്നു, അത് 100 അതിനെ എണ്ണം കൊണ്ട് 25 എന്ന എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ശരി എന്ന സംഖ്യ 120 വലുതാണെങ്കിൽ നിലവിലെ ശരാശരിയായി 75നോട് അത് പ്ലസും, തിരിച്ചാണെങ്കിൽ അതെന്തും ചെയ്യുമായിരുന്നു? മൈനസും ചെയ്യും. ഉറപ്പല്ലേ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 20 സംഖ്യകളുടെ ശരാശരി 75. 20 സംഖ്യകളുണ്ട്, അവയുടെ ശരാശരി 75. എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ 50 എന്ന സംഖ്യയ്ക്ക് പകരം 90. അപ്പം 50 എന്ന സംഖ്യയ്ക്ക് പകരം എന്ത് ചെയ്തു? 90 എന്ന് എഴുതി. ഓക്കെ. 70 എന്ന സംഖ്യയ്ക്ക് പകരം എന്ത് ചെയ്തു? 110 എന്ന് എഴുതി. 50 എന്ന സംഖ്യയ്ക്ക് പകരം 90 എന്നും 70 എന്ന സംഖ്യയ്ക്ക് പകരം 110 എന്നും തെറ്റായി രേഖപ്പെടുത്തി. ഉറപ്പല്ലേ? അപ്പോൾ 50 പകരം 90 എന്ന് തെറ്റായി രേഖപ്പെടുത്തി, 70 പകരം 110 എന്ന് തെറ്റായി രേഖപ്പെടുത്തി. ക്ലിയർ അല്ലേ? ഇത് 2 സെൻറ്റൻസുകൾ ക്ലബ് ചെയ്ത് പറഞ്ഞൊക്കെയാണ് ചെയ്തത്. 50 പകരം 90 എന്ന് തെറ്റായി രേഖപ്പെടുത്തി, 70 പകരം 110 എന്ന് തെറ്റായി രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് കുറേ കൂടെ ക്ലാരിറ്റി ഉണ്ടാവുക. ഇത് ക്ലബ് ചെയ്ത് പറഞ്ഞേക്കുക. 50 പകരം 90ഉം 70 എന്ന സംഖ്യയ്ക്ക് പകരം 110 എന്നും തെറ്റായി രേഖപ്പെടുത്തി. ഉറപ്പല്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ ശരികളും ഒന്നിൽ കൂടുതൽ തെറ്റുകളും വന്നാൽ, അത് 2 ആവട്ടെ അതിൽ കൂടുതലായിക്കോട്ടെ, അതിൻ്റെ എളുപ്പ വഴി, നമുക്ക് ടെൻഷൻ ഇല്ലാത്ത വഴി എന്ന് പറയൂ, ശരികളുടെ തുകയും തെറ്റുകളുടെ തുകയും എടുക്കുക. ഇവിടെ 50 ശരിയാണ്, 50 പകരം 90 എന്നും 70 പകരം 110 എന്നും തെറ്റ്. അപ്പോൾ ആരൊക്കെയാണ് ശരി? 50, 70. തുക പറ. ശരിയുടെ തുക 120. ക്ലിയർ. തെറ്റിൻ്റെ തുക നോക്കി, 110ഉം 90ഉം 200 തെറ്റ്. ഉറപ്പാണ്. ഇനി നമുക്ക് വേറെ ടെൻഷൻ ഇല്ല, ശരിയും തെറ്റും കിട്ടിക്കഴിഞ്ഞു. ഇനി എങ്ങനെ സോൾവ് ചെയ്യും? ആദ്യം ശരിയുടെയും തെറ്റിൻ്റെയും വ്യത്യാസം എടുക്കുക. 200ൻ്റെയും 120ൻ്റെയും വ്യത്യാസം. 200ൻ്റെയും 120ൻ്റെയും വ്യത്യാസം എത്ര? 80. വ്യത്യാസത്തെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര എണ്ണം ഉണ്ട്? 20. 80നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 80 ഡിവൈഡഡ് ബൈ 20 എത്ര കിട്ടി? 4. ഓക്കെയാണ്. ഇനി എന്താ ചെയ്യുക? ഇവിടെ ശരി വലുതാണെങ്കിൽ ഈ 4 ശരാശരിയോട് പ്ലസ് ചെയ്യും. ശരി ചെറുതാണെങ്കിലോ 4 മൈനസ് ചെയ്യും. ഉറപ്പാണല്ലോ? ശരി വലുതാണെങ്കിൽ പ്ലസ് ചെയ്യും, ചെറുതാണെങ്കിൽ മൈനസ് ചെയ്യും. ഉറപ്പാണ്. ദെൻ ഇവിടെ ശരി എത്ര? 120. തെറ്റെത്ര? 200. അപ്പം ശരി ചെറുതല്ലേ? മൈനസ് 75 മൈനസ് 4 ആൻസർ എത്ര കിട്ടും? 71. ഉറപ്പാണേ. അപ്പം മക്കളെ ഒരിക്കൽ കൂടെ നോക്ക്. 20 സംഖ്യകളുടെ ശരാശരി 75. ശരാശരി കണക്കാക്കിയപ്പോൾ 50 എന്ന സംഖ്യയ്ക്ക് പകരം 90 എന്നും 70 എന്ന സംഖ്യയ്ക്ക് പകരം 110 എന്നും തെറ്റായി രേഖപ്പെടുത്തി. അപ്പോൾ 2 ശരികളും 2 തെറ്റുകളും ഉണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ശരികളുടെ തുകയെടുത്തു. 50ൻ്റെയും 70ൻ്റെയും തുകയെടുത്തു 120, 90ൻ്റെയും 110ൻ്റെയും തുകയെടുത്തു 200. ക്ലിയർ അല്ലേ? ദെൻ ഇനി ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എടുത്തു. വ്യത്യാസത്തെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഇവിടെ 80 ഡിവൈഡഡ് ബൈ 20 4 കിട്ടി. ഉറപ്പല്ലേ? ഈ 4 ശരി വലുതായിരുന്നെങ്കിൽ ശരാശരിയോട് പ്ലസും, ശരി ചെറുതാണെങ്കിൽ മൈനസ് ഒന്നല്ലേ പഠിച്ചേ? ഇവിടെ ശരി ചെറുതാ. ഓക്കെ, അതുകൊണ്ട് മൈനസ് ചെയ്തു. 75 മൈനസ് 4 71. ഓക്കെ അല്ലേ? നോക്കാം നമുക്ക് ഒരു ചോദ്യം കൂടെ. 50 സംഖ്യകളുടെ ശരാശരി 70. സംഖ്യകളുടെ എണ്ണം 50, ശരാശരി 70. എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ 120 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്നും 120ന് പകരം 20 എന്നും 150 എന്ന സംഖ്യയ്ക്ക് പകരം 100 എന്നും തെറ്റായി രേഖപ്പെടുത്തി. അപ്പോൾ 120ന് പകരം 20 എന്നും 150ന് പകരം 100 എന്ന തെറ്റ്. രണ്ടാമത്തെ തെറ്റ് ശരിയല്ലേ? അപ്പോൾ തെറ്റുകൾ ആരൊക്കെയാണ്? 20ഉം 100ഉം തെറ്റ്. ശരി ആരൊക്കെയാണ്? 120ഉം 150ഉം. ശരിയല്ലേ? 120ന് പകരം 20 എന്നും 150ന് പകരം 100 എന്നും തെറ്റായി രേഖപ്പെടുത്തി. ഇവിടത്തെ ശരി 150ഉം 120ഉം 270. തെറ്റ് 100ഉം 20ഉം 120 തെറ്റ്. ക്ലിയർ ആണോ? അപ്പം 120ഉം 270ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും? 150. ഉറപ്പല്ലേ? അപ്പോൾ ശരിയുടെയും തെറ്റിൻ്റെയും വ്യത്യാസം 150. അവയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. 50 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 150/50 എത്ര കിട്ടി? 3. ഇനി നോക്കേണ്ടത് ശരിയുടെ നമ്പർ വലുതാണെങ്കിൽ ഈ 3 ശരാശരിയോട് പ്ലസും, ചെറുതാണെങ്കിൽ മൈനസും.
ഇവിടെ ശരി 270, തെറ്റ് 120. വലുതല്ലേ? 70 + 3 73. ഉറപ്പാണ്, ഉറപ്പാണ്. ചോദ്യം, 50 സംഖ്യകൾ. ഈ 50 സംഖ്യകളുടെ ശരാശരി 70 ആണ്. ഓക്കെ ആണല്ലോ? 50 സംഖ്യകൾ, അവയുടെ ശരാശരി 70 ആണ്. എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ 120 എന്ന സംഖ്യയ്ക്ക് പകരം 20 എന്നും 150 എന്ന സംഖ്യയ്ക്ക് പകരം 100 എന്നും തെറ്റായി രേഖപ്പെടുത്തി. ഉറപ്പല്ലേ? എങ്കിൽ ശരിക്കുള്ള ശരാശരി എന്ത്? സോ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇവ തമ്മിലുള്ള തുകയെടുത്തു 270, ഇവയുടെ തുകയെടുത്തു 120. ഇനി ഇവയുടെ വ്യത്യാസം എടുക്കുക, വ്യത്യാസത്തെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശരി വലുതാണെങ്കിൽ ആ വാല്യൂ ശരാശരിയോട് പ്ലസും, തെറ്റാണെങ്കിൽ മൈനസും. ഉറപ്പല്ലേ? അപ്പോൾ ഇതിൽ ഒരെണ്ണം വെച്ചിട്ടുള്ളതാണ് PSC ചോദിച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് 2 എണ്ണം ഉള്ളത് തന്നത്. തെറ്റാതെ പഠിച്ചോളൂ. ഓക്കെയാണ്? ശരി, അടുത്ത ചോദ്യം. ഒരു ഫാക്ടറിയിലെ ജീവനക്കാരുടെ ശരാശരി വരുമാനം 8000. ഒരു ഫാക്ടറി ജീവനക്കാരുടെ ശരാശരി വരുമാനം 8000. അതിൽ 7 മാനേജർമാരുടെ വരുമാനം 12000. ബാക്കിയുള്ള ജീവനക്കാരുടെ വരുമാനം 6000. എങ്കിൽ ആ ഫാക്ടറിയിൽ എത്ര ജീവനക്കാരുണ്ട്? സാധാരണ ഇത്തരം ചോദ്യങ്ങൾക്കാണ് നമ്മൾ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അലിഗേഷൻ അല്ലെങ്കിൽ മിക്സ്ചർ എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടാവും. നമുക്കത് എല്ലാ ചാപ്റ്ററിലും വരും. ഇപ്പോൾ എക്സാമ്പിൾ, കിലോഗ്രാമിന് 40 രൂപ വിലയുള്ള അരി, 1 കിലോയ്ക്ക് 40 രൂപ. കിലോഗ്രാമിന് 50 രൂപ വിലയുള്ള അരി. അങ്ങനെ 2 തരം അരിയുണ്ട്, 2 വിലയ്ക്കുള്ള 2 തരം അരികളുണ്ട്. ഓക്കെ, കിലോഗ്രാമിന് എത്ര രൂപ? 40 രൂപ. കിലോഗ്രാമിന് എത്ര രൂപ? 50 രൂപ. അങ്ങനെ 2 തരത്തിലുള്ള അരിയുണ്ട്. ഈ അരി ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താൽ അരിയുടെ വില കിലോഗ്രാമിന് 47 ആക്കാം? കിലോഗ്രാമിന് 40 രൂപ വിലയുള്ള അരിയും കിലോഗ്രാമിന് 50 രൂപ വിലയുള്ള അരിയും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് അരിയുടെ വില കിലോഗ്രാമിന് 47 രൂപയാകുക എന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇങ്ങനെ വരുന്ന ചോദ്യം, അതായത് ഒരു ഡേറ്റയെ 2ആയി സ്പ്ലിറ്റ് ചെയ്യുകയും അതിൻ്റെ ഒരു കളക്ഷൻ ആവശ്യമായി വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അലിഗേഷൻ. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഈ ഇൻപുട്ട്, നമ്മുടെ അരിയുടെ വിലയുണ്ടല്ലോ 40 50, അത് മുകളിൽ എഴുതി 40 50. ഇനി അതിനെ എത്രയാക്കി മാറ്റും? രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ 47, അത് ഈ സെൻറ്ററിൽ എഴുതി. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 40 47 തമ്മിലുള്ള വ്യത്യാസം 7, ഈ ആരോ വരുന്നത് പോലെ ഇങ്ങനെ എടുക്കുക. 50 47 തമ്മിലുള്ള വ്യത്യാസം എത്ര? 3. ഇതെപ്പോഴും റേഷ്യോയിൽ കിട്ടും. ഏത് റേഷ്യോ? 3:7 എന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം. 40 കിലോ രൂപയ്ക്കുള്ള 3 കിലോയും 50 രൂപയ്ക്കുള്ള 7 കിലോയും രണ്ടും കൂടെ ഒരുമിച്ച് വേണം ചെയ്യാൻ. ഉറപ്പല്ലേ? ഇത്തരം മെത്തേഡുകൾ എന്തെന്നാ പറയുക? അലിഗേഷൻ അല്ലെങ്കിൽ മിക്സർ. ഓക്കെ, കൂടെ നോക്കിയേ. കിലോയ്ക്ക് 40 രൂപ, കിലോയ്ക്ക് 50 രൂപ. അപ്പോൾ 2 വിലയുള്ള അരി. ഇതിനെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യണം? കിലോയ്ക്ക് 47 രൂപ ആക്കണം. അപ്പോൾ 47 സെൻറ്ററിൽ എഴുതി. ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെയും ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതുന്നതാണ് അലിഗേഷൻ എന്ന മെത്തേഡ്. എപ്പോഴും ഇതിൻ്റെ വാല്യൂ റേഷ്യോയിലായിരിക്കും കിട്ടുക. ക്ലിയർ? ശരി, നമുക്ക് ഇതിലേക്ക് വരാം ഈ മെത്തേഡ് ഉപയോഗിച്ച്. അപ്പോൾ ഈ ചോദ്യം നോക്കിയേ. ഈ ചോദ്യത്തിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിലെ ആകെ ജീവനക്കാരുടെ വരുമാനം 8000, എല്ലാവർക്കും കൂടെ 8000. അതിൽ മാനേജർമാരുടെ വരുമാനമാണെങ്കിൽ 12, ബാക്കിയുള്ള ജീവനക്കാരുടെ ആണെങ്കിലോ 6000. അപ്പോൾ ഫാക്ടറിയിലെ ജീവനക്കാരെ മാനേജർമാരായും ബാക്കിയുള്ള ജീവനക്കാരായും സ്പ്ലിറ്റ് ചെയ്ത് വരുമാനം തന്നിരിക്കുന്നു. ഇവരെല്ലാവരും കൂടെ ചേർത്ത് ഒരുമിച്ചുള്ള വരുമാനം തന്നിരിക്കുന്നു. അപ്പോൾ സ്പ്ലിറ്റപ്പ് അല്ലേ? അലിഗേഷൻ അല്ലേ? ചെയ്യാം. മാനേജർമാരുടെ വരുമാനം 12000, അതർ വർക്കേഴ്സ് മറ്റുള്ള ജീവനക്കാരുടെ വരുമാനം 6000. സ്പ്ലിറ്റപ്പ് അല്ലേ? അത് മുകളിൽ എഴുതി. ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴല്ലേ ആകെ ജീവനക്കാർ, മാനേജർമാരും മറ്റ് ജീവനക്കാരും കൂടെ ചേരുമ്പോൾ അവരുടെ വരുമാനം എത്ര? 8000. ഉറപ്പല്ലേ? മാനേജർമാരുടെ വരുമാനം 12000, മറ്റ് ജീവനക്കാരുടെ വരുമാനം 6000, രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പറഞ്ഞ 8000. സോ ആദ്യം ഇവയുടെ വ്യത്യാസം എടുക്കുക. 12000ഉം 8000ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടി? 4000. 6000ഉം 8000ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടി? 2000. അപ്പോൾ അവിടെ ഏത് റേഷ്യോ കിട്ടി? 2000:4000. ചെറുതായിക്കൂടെ? സോ 2:4, 2:4. വീണ്ടും ചെറുതാകുമ്പോഴോ 1:2. അതായത് ആ ഫാക്ടറിയിലെ മാനേജർമാരും മറ്റു ജീവനക്കാരും തമ്മിലുള്ള റേഷ്യോ 1:2-ലാണ്. 1:2-ലാണ്. ഇതിൽ നമുക്ക് ഏത് ഡേറ്റ അറിയാം? ഇതാ അടക്കുന്നുണ്ട മാനേജർമാരുടെ എണ്ണം. അപ്പോൾ റേഷ്യോ 1:7 എങ്കിൽ റേഷ്യോ 2 എത്ര വരും? 14. റേഷ്യോ 1:7 എങ്കിൽ 2:17. അപ്പോൾ മാനേജർമാർ 7 പേര്, മറ്റു ജീവനക്കാർ 14 പേര്. ചോദ്യം, ആകെ ജീവനക്കാരല്ലേ? 14ഉം 7ഉം എത്ര?
21 ജീവനക്കാരാണ് ആ ഫാക്ടറിയിൽ ആകെയുള്ളത്. ഉറപ്പാണ്. മാനേജർമാരുടെ വരുമാനം 12,000, മറ്റ് ജീവനക്കാരുടെ വരുമാനം 6,000, മാനേജർമാർക്കും മറ്റ് ജീവനക്കാർക്കും കൂടെ ചേർത്തുള്ള വരുമാനം 8,000. അലിഗേഷൻ എന്ന മെത്തേഡിലേക്ക് ഉപയോഗിച്ചു. 12ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 4,000, 2,000 ചെറുതാക്കി 2:4, വീണ്ടും ചെറുതാക്കി 1:2 ക്ലിയർ അല്ലേ? ഈ 1:2 1 എന്ന് പറയുന്നത് 7 തുല്യമെങ്കിൽ 2 എന്ന് പറയുന്നത് 14 തുല്യം. ഓക്കെ, ഡൗട്ടില്ല. ഒരിക്കൽ കൂടെ നോക്കാം. ഈ ചോദ്യത്തിൽ ഒരു ഫാക്ടറിയിലെ ജീവനക്കാരുടെ ശരാശരി വരുമാനം എത്രയും തന്നിട്ടുണ്ട്? 8,000. മാനേജർമാരുടെ വരുമാനം എത്രയും തന്നിട്ടുണ്ട്? 12,000. ബാക്കി ജീവനക്കാരുടെ വരുമാനം എത്രയും തന്നിട്ടുണ്ട്? 6,000. മാനേജർമാരുടെ എണ്ണം എത്രയും തന്നിട്ടുണ്ട്? 7. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അലിഗേഷൻ. മാനേജർമാരുടെ വരുമാനം 12,000, ബാക്കി ജീവനക്കാരുടെ വരുമാനം 6,000. സ്പ്ലിറ്റപ്പ് അല്ലേ? രണ്ടുപേരും കൂടെ ചേരുമ്പോൾ 8,000 മിഡിൽ എഴുതി. വ്യത്യാസം 12ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 4,000, 6ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 2,000. സോ 2,000:4,000 എന്ന റേഷ്യോ. ചെറുതാവുമ്പോൾ 2:4, വീണ്ടും ചെറുതാവുമ്പോൾ 1:2 എന്ന റേഷ്യോയിലാണ് ആ ഓഫീസിൽ, ആ ഫാക്ടറിയിൽ മാനേജേഴ്സും മറ്റ് ജീവനക്കാരും ഉള്ളത്. റേഷ്യോ എന്തെന്ന് ചോദിച്ചാൽ ഇതാണ്. ബട്ട് എണ്ണം എന്തെന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഇവിടെ 1 എന്നത് ഏത് വാല്യൂവിന് തുല്യം? 7. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മാനേജർമാരുടെ എണ്ണം എത്ര? 7. റേഷ്യോ 1 7 ആണെങ്കിൽ റേഷ്യോ 2 എത്ര വരണം? 14. ഇവ കൂടെ ചേരുമ്പോഴല്ലേ ആകെ ജീവനക്കാർ? 14 7 എത്ര പേര്? 21. ഇത് രണ്ടാമത്തെ പ്രാവശ്യം എടുത്ത് ചെയ്തത്. ഇത് കുറച്ച് നല്ല ചോദ്യമാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അലിഗേഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് വേഗത്തിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായും ഇത് പഠിക്കണം, ഉറപ്പാണല്ലോ. സോ ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യം കൂടെ നോക്കാം. 600 കുട്ടികളുള്ള ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെ ശരാശരി പ്രായം 12. അപ്പോൾ അവിടെ ആൺകുട്ടികളുണ്ട്, ബോയ്സ് ഉണ്ട്. അവരുടെ ശരാശരി പ്രായം എത്ര? 12. പെൺകുട്ടികളുടെ ശരാശരി പ്രായം 11. അപ്പോൾ അവിടെ ഗേൾസ് ഉണ്ട്, അവരുടെ പ്രായം എത്ര? 11. അപ്പോൾ ആൺകുട്ടികളുടെ പ്രായം 12 ആകുമ്പോൾ പെൺകുട്ടികളുടെ പ്രായം 11. എന്നാൽ ആ സ്കൂളിലെ ആകെ കുട്ടികളുടെ പ്രായം 11 വയസ്സ് 9 മാസം. 11 വയസ്സ് 9 മാസം എങ്കിൽ സ്കൂളിൽ എത്ര പെൺകുട്ടികളുണ്ട്? ചോദ്യം ക്ലിയർ ആണ്. ആൺകുട്ടികളുടെ പ്രായം 12, പെൺകുട്ടികളുടെ പ്രായം 11. എന്നാൽ ആകെ കുട്ടികളുടെ മാസവും വർഷവും കൂടി ഇട്ടേക്കുന്നു. നല്ല ചോദ്യമാണ്. 11 വയസ്സ് 9 മാസം. നമുക്കിത് വർഷത്തിലേക്ക് മാറ്റിക്കൂടെ? ഈ 11 വയസ്സ് 9 മാസം ആകുമ്പോൾ എത്ര വയസ്സാവും? 11.25 വയസ്സ്. അതെങ്ങനെ കിട്ടി? ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമല്ലേ? 12 മാസം ആകുമ്പോൾ അല്ലേ നമുക്കൊരു വയസ്സാവുന്നേ. അപ്പം മാസത്തെ വർഷത്തിലോട്ട് മാറ്റാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 11 9/12 ചെറുതാക്കുമ്പോൾ 3/4 ശരിയല്ലേ? അപ്പോൾ 11 3/4 11.25. ഓക്കെ, 11.25 12 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1/4. ദെൻ ഇവിടെ 11ഉം 11.25 തമ്മിലുള്ള വ്യത്യാസം എന്താ? 3/4. കിട്ടിയ. സോ അപ്പോൾ റേഷ്യോ എന്താ? 3/4:1/4. 3/4ഉം 1/4ഉം ഡിനോമിനേറ്ററിൽ 4 അടക്കുകയല്ലേ? റേഷ്യോ എന്ത്? 3:1. ഉറപ്പാണ്. ഒരിക്കൽ കൂടെ നോക്കൂ. ആൺകുട്ടികളുടെ ശരാശരി പ്രായം 12, പെൺകുട്ടികളുടേത് 11. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ചേരുമ്പോൾ 11 വയസ്സ് 9 മാസം. 11 വയസ്സ് 9 മാസം എന്ന് പറയുമ്പോൾ 11 വയസ്സും 9 മാസം എന്ന് പറയുമ്പോൾ 11.25 വയസ്സ്. സോ 11.25. 11.25 12 ആകുമ്പോൾ ഉള്ള വ്യത്യാസം 1/4 ശരിയല്ലേ? ഇതിൻ്റെ ബാലൻസ് എടുത്താൽ മതി. 3/4ൻ്റെ ബാലൻസ് എടുത്താൽ മതി, 1/4. ഈ 11ഉം 11ഉം പോയാൽ ബാക്കി എത്ര കിട്ടും? 3/4. കണ്ടായിരുന്ന 11ഉം 11ഉം ക്യാൻസലായി പോയി, ബാക്കി 3/4. ഇവിടെ 12 11 പോകുമ്പോൾ 1ൻ്റെ വ്യത്യാസമുണ്ട്, പക്ഷേ 1 ഇല്ല ഇവിടെ തികച്ച്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള വ്യത്യാസം 3 4 ആവുക 1. ഇനി ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ക്യാൻസലായിപ്പോയി, ബാക്കി എത്ര കിട്ടി? 3:1. അപ്പോൾ ആൺകുട്ടികളുടെ റേഷ്യോ 3 ആണെങ്കിൽ പെൺകുട്ടികളുടെ റേഷ്യോ എത്ര? 1. ആകെ എത്ര കുട്ടികളുണ്ട്? 600 പേരുണ്ട്. അപ്പോൾ 600 കുട്ടികളാകെയുണ്ട്. ഏത് റേഷ്യോയിൽ? 3:1. നമുക്ക് ആരെ കാണണം? പെൺകുട്ടി. എന്താണ് ഗേൾസിൻ്റെ റേഷ്യോ? 1/600 × 1 ആകെ 3 1 എത്ര? 4. ക്യാൻസലായിപ്പോയി. ഇവിടെ 150. ഉറപ്പല്ലേ? അപ്പോൾ ആ സ്കൂളിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? 150. ഉറപ്പാണ്. ഡൗട്ടില്ലല്ലോ. ശരി, നോക്കാം ഒരിക്കൽ കൂടി. ഒരു സ്കൂളിലെ
ആൺകുട്ടികളുടെ ബോയ്സിൻ്റെ ശരാശരി പ്രായം 12, ഗേൾസിൻ്റെ ശരാശരി പ്രായം 11. എന്നാൽ 11 വയസ്സ് 9 മാസമാണ് ആ സ്കൂളിലെ ആകെ കുട്ടികളുടെ ശരാശരി പ്രായം. ഈ 11 വയസ്സ് 9 മാസം ശരിയല്ലേ? 11 വയസ്സ് 9 മാസം ആകുമ്പോൾ ഇനി നേരത്തെ ഞാൻ അതിനെ 11.25 എന്ന് പറഞ്ഞു. ഓക്കെ, 11.25 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 11 വയസ്സ് 9 മാസം ആണ് ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചോ. 11 വയസ്സ് 9 മാസം. 11 വയസ്സ് 9 മാസം ആണെങ്കിൽ 11ഉം ഇവിടത്തെയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 11 വയസ്സും ഇവിടുത്തെ വ്യത്യാസം എത്ര? 9 മാസം. ഡൗട്ടുണ്ടോ? ഞാൻ മറ്റൊരു മെത്തേഡിൽ പറയാം. 9 മാസം ആണല്ലോ. ഇവിടെ 11 വയസ്സ് 9 മാസം 12 വയസ്സ്. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമല്ലേ? അപ്പോൾ 9 മാസം കഴിഞ്ഞ് 12 ആവാൻ 3 മാസം കൂടെ പോരെ? അപ്പോൾ ഈ 3 എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 9:3 മിനിമൈസ് ചെയ്യുമ്പോൾ 3:1. ഓക്കെ, ഒന്നുകിൽ ഈ മെത്തേഡ് പിടികിട്ടിയ തെറ്റരുത്. 11 വയസ്സ് 9 മാസം, ഞാൻ അത് 11.25 ആക്കേണ്ടതുണ്ടോ? വേണമെന്നില്ല. 9 മാസമുണ്ട്. അപ്പോൾ 12 വയസ്സാവണമെങ്കിൽ ഇനി എത്ര മാസം കൂടെ വേണം? 12 വയസ്സാവണമെങ്കിൽ 3 മാസം കൂടെ വേണം. 11 വയസ്സ് 9 മാസം തമ്മിലുള്ള വ്യത്യാസം 11 കഴിഞ്ഞ് 9 മാസം. സോ ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോഴും 3:1 ആണ് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള റേഷ്യോ. 600 കുട്ടികളുണ്ട്. പെൺകുട്ടികളുടെ എണ്ണം കാണാൻ റേഷ്യോ 1, 1/3 1 4. ആൻസർ 150. ഉറപ്പല്ലേ? നേരത്തെ മെത്തേഡ് ക്ലിയർ ആണ്. ഇവിടെ 11.25 എടുത്തു. എങ്ങനെയാണ് 3/4 എടുക്കുക? അത് 11 വയസ്സ് 9 മാസം, 9/12 3/4 എഴുതി. ഇനി ഫ്രാക്ഷൻ എഴുതുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എഴുതണ്ട. 11 വയസ്സ് 9 മാസം അല്ലേ? 11 വയസ്സും 11 വയസ്സ് 9 മാസവും തമ്മിലുള്ള വ്യത്യാസം എത്ര? 9 മാസം. ഡൗട്ട് ഉണ്ടാ? 11 വയസ്സ് 9 മാസവും 12 വയസ്സ്. അപ്പോൾ 12 വയസ്സാവണമെങ്കിൽ 9 മാസം കഴിഞ്ഞ് ഇനി എത്ര ഇവിടെ വേണം? 3. ഉറപ്പല്ലേ? ചെയ്യാം. നല്ല ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ? പഠിച്ചോളൂല്ലോ. സോ നെക്സ്റ്റ് വൺ. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി പ്രായം 15.8, ആൺകുട്ടികളുടേത് 16.4, പെൺകുട്ടികളുടേത് 15.4. എങ്കിൽ ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ ആൺകുട്ടികളുടെ ശരാശരി പ്രായം എത്രയാ? 16.4. പെൺകുട്ടികളുടേത് എത്രയാ? 15.4. ആൺകുട്ടിയും പെൺകുട്ടിയും കയറി ചേരുന്ന ആ ക്ലാസ്സിലെ ആകെ കുട്ടികൾ എത്ര? 15.8. ഉറപ്പല്ലേ? ഇനി എന്താ ചെയ്യുക? ഈ 16.4ഉം 15.8ഉം 15.4ഉം 15.8ഉം ഇപ്പോൾ പോയിൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ. 15, 4, 8 തമ്മിലുള്ള വ്യത്യാസം എത്ര? 0.4. 15.8 16.4. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പോയിൻ്റ് ഇല്ലെന്ന് വിചാരിച്ചോ. 158 164 വ്യത്യാസം എത്ര? 158 164 ആവാൻ 6 വ്യത്യാസം. ശരിയല്ലേ? 58 രണ്ടും കൂടെ ആകുമ്പോൾ 60 അല്ല. സോ അപ്പോൾ 0.4ഉം 0.6ഉം 4:6 ആയി. മിനിമൈസ് ടു എന്ത് വരും? 2:3. ഉറപ്പാണ്. ആൺകുട്ടികളുടെ ശരാശരി പ്രായം 16.4, പെൺകുട്ടികളുടെ ശരാശരി പ്രായം 15.4. എന്നാൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ ശരാശരി പ്രായം എത്ര? 15.8. എല്ലായിടത്തും ഒരു ഡെസിമൽ ഉണ്ട്. അതുകൊണ്ട് ഡെസിമൽ ഇല്ലയെന്ന് എടുത്താൽ പോലും ഒരു കുഴപ്പമില്ല. 154ഉം 158ഉം തമ്മിലുള്ള വ്യത്യാസം 4. 158ഉം 164ഉം തമ്മിലുള്ള വ്യത്യാസം 6. സോ 4:6. 0.4:0.6 എഴുതിയാലും 4:6 എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. റേഷ്യോ അല്ലേ? ഇനി അത് ചെറുതാവുമ്പോൾ എന്ത് കിട്ടും? 2:3. ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പോൾ നോക്കാം, ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും ടൈപ്പുകളാണ് പഠിക്കേണ്ടത്. ആ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ചോദ്യങ്ങളാണ് അവസാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അതുകൂടെ മനസ്സിലാക്കണം. നിലവിലെ സാഹചര്യത്തിൽ PSC കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുകൂടെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.